ശരി. ഡോക്ടർ ജോസഫ് ആന്റണി, ഇതിപ്പോൾ ഈ കയറ്റുമതിയുടെ കാര്യത്തിൽ ഇന്ത്യയുമായി മത്സരിക്കുന്ന മറ്റു രാജ്യങ്ങൾക്ക് ഒരു സുവർണ അവസരമല്ലേ ഇപ്പോൾ കൈവന്നിരിക്കുന്നത്? സ്വാഭാവികമായിട്ടും നമുക്കറിയാം, ഇപ്പോൾ ഇന്ത്യയുടെ ഈ ഒരു ഇപ്പോൾ തീരുവ 25% എത്തി നിൽക്കുമ്പോൾ മറ്റു രാജ്യങ്ങൾക്ക് സ്വാഭാവികമായിട്ടും അത് വളരെ താഴ്ന്ന ഒരു ഇതിലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ബംഗ്ലാദേശ് ആണെങ്കിലും വിയറ്റ്നാം ആണെങ്കിലും ശ്രീലങ്ക ആണെങ്കിലും ഫിലിപ്പൈൻസ് ആണെങ്കിലും ഒക്കെ അത് താഴെയാണ്. അപ്പോൾ ഈ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ വിപണിയൊക്കെ ഇനി ഈ രാജ്യങ്ങളിലേക്ക് എത്താനുള്ളൊരു സാധ്യതയുമില്ലേ? തീർച്ചയായിട്ടും ഇതിനകത്ത് നമ്മൾ അതിനെ അങ്ങോട്ട് പൂർണ്ണമായും വിശ്വസിക്കേണ്ട കാര്യമില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇപ്പോൾ എത്തിയിരിക്കുന്ന ഈ കരാറുകളെല്ലാം, ഈ ബയലാറ്ററൽ കരാറുകളെല്ലാം ഇൻ പ്രിൻസിപ്പിൾ കരാറുകളാണ്. അവയെല്ലാം ഇനി ചർച്ച ചെയ്ത് അതിൻ്റെ ഫൈനാലിറ്റിയിലേക്ക് വരേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഈ സൗത്ത് കൊറിയയ്ക്കാവട്ടെ, അല്ലെങ്കിൽ ജപ്പാനാവട്ടെ, ഫിലിപ്പൈൻസിനാവട്ടെ, ഇന്തോനേഷ്യയ്ക്കാവട്ടെ, വിയറ്റ്നാമിനാവട്ടെ, ഇവർക്ക് 15 മുതൽ 20 വരെയുള്ള ശതമാനത്തിനകത്താണ് ഇവർക്കെല്ലാം താരിഫ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതൊന്നും വാസ്തവത്തിൽ ഇനി ഈ വാസ്തവത്തിൽ ഇതെല്ലാം ഇദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുന്നത്, എല്ലാം ഞാൻ നേടിയിരിക്കുന്നു, ഇവരെല്ലാം എൻ്റെ അടുത്ത് വന്നിരിക്കുന്നു, ഞാൻ കരാർ ഒപ്പിട്ടിരിക്കുന്നു പറയാൻ വേണ്ടിയിട്ട് ധൃതി പിടിച്ചുണ്ടാക്കപ്പെട്ടുള്ള ഇൻ പ്രിൻസിപ്പിൾ കരാറുകളാണ് ഇതെല്ലാം. അപ്പോൾ ഇതെല്ലാം നടപ്പിൽ വരുമ്പോൾ എങ്ങനെയായി തീരുമെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം. അതിന് തന്നെയാണ് നമ്മൾ സമ്മർദ്ദം ചെലുത്തുന്നത്. അദ്ദേഹത്തിന് വാസ്തവത്തിൽ ഇതെല്ലാം ഈ ബൊംബാസ്റ്റിക് ആയിട്ടുള്ള ഒരു ഭാഗം അദ്ദേഹത്തിനുണ്ട്. മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയമായിട്ടുള്ള വേറൊരു വശമുണ്ട്. ഇപ്പോൾ തന്നെ നോക്കൂ, അദ്ദേഹം ബ്രസീലിനെതിരെ 50% ചുങ്കം ഏർപ്പെടുത്തി. എന്താ കാര്യം? ബ്രസീലിനെതിരെ ചുങ്കം ഏർപ്പെടുത്തിയതിൻ്റെ ഒരു കാരണം ബ്രസീൽ ബ്രിക്സിലുള്ള രാജ്യമാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് ജെയർ ബൊൾസനാരോ എന്ന് പറയുന്ന അവിടുത്തെ മുൻ പ്രസിഡന്റിനെതിരെ അദ്ദേഹത്തിനെതിരെയുള്ള നിയമ നടപടികൾ തുടങ്ങി എന്നുള്ളതിൻ്റെ പേരിൽ കൂടിയാണ് 50% ഏർപ്പെടുത്തുന്നത്. അതുമായി അതിന് കരാറുമായിട്ട് ബാക്കിയുള്ള വ്യാപാരവുമായിട്ട് അതിന് യാതൊരു ബന്ധവുമില്ല. മറ്റൊന്ന് നോക്കൂ, കാനഡയ്ക്കെതിരെ വീണ്ടും അദ്ദേഹം ഉപരോധം ഏർപ്പെടുത്തുമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. കാരണം എന്താ? കാനഡ പാലസ്തീൻ എന്ന് പറയുന്ന രാജ്യത്തെ അംഗീകരിക്കാൻ പോകുന്നു എന്നതിൻ്റെ പേരിൽ കാനഡയ്ക്കെതിരെ ഉപരോധം ഏർപ്പെടുത്തുന്നു. ഞാൻ പറഞ്ഞു വരുന്നത്, ഈ രാജ്യത്തെ മെച്ചപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യമല്ല വാസ്തവത്തിൽ. അദ്ദേഹത്തിൻ്റെതായ ഒരുപാട് രാഷ്ട്രീയമായ ലക്ഷ്യങ്ങളുണ്ട്. ആ ലക്ഷ്യങ്ങളും അതിനേക്കാൾ ഉപരിയായിട്ട് അദ്ദേഹത്തിൻ്റെ വ്യക്തി എന്നുള്ള നിലയ്ക്കുള്ള സ്വഭാവത്തിലുള്ള പ്രശ്നം. നമ്മൾ നോക്കൂ, അമേരിക്കയിൽ ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ 1991 തൊട്ടാണ് വാസ്തവത്തിൽ അമേരിക്കയുമായിട്ട് ഇത്ര അടുത്ത ബന്ധം, ശക്തമായ തന്ത്രപരമായ, രാഷ്ട്രീയമായ, സാമ്പത്തികമായ, വ്യാവസായികമായ, വാണിജ്യപരമായ ബന്ധങ്ങളെല്ലാം തുടങ്ങിയത് 1991 ശേഷമാണ്. 1991 ശേഷം ഇതുവരെയുള്ള പ്രസിഡന്റുമാരൊക്കെ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ വാസ്തവത്തിൽ നമ്മളെ ഇത്രയധികം ദ്രോഹിച്ച വേറൊരു പ്രസിഡന്റ് അമേരിക്കയിൽ ഉണ്ടായിട്ടില്ല. ഇപ്പോഴും അദ്ദേഹം അത് തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രവൃത്തി കൊണ്ടും വാക്കുകൊണ്ടും നമ്മൾ ഏതെല്ലാം തരത്തിൽ മോശമാക്കാമോ അതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് അദ്ദേഹത്തെ പറയുന്നത് അദ്ദേഹം ട്രാൻസാക്ഷനിസ്റ്റ് പ്രസിഡന്റാണ്. ട്രാൻസാക്ഷനിസ്റ്റ് പ്രസിഡന്റ് എന്ന് പറയുന്നത് തന്നെ അദ്ദേഹത്തിൻ്റെ എനിക്ക് നേട്ടം ഉണ്ടാവണം, അപ്പം നിങ്ങൾക്ക് നേട്ടം ഉണ്ടാവണം എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ആ വാക്ക് ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ അദ്ദേഹം അതിൻ്റെ അപ്പുറത്തേക്ക് കടന്ന് നിന്നുകൊണ്ട് ഈ ഒരു എനിക്ക് മാത്രം നേട്ടം ഉണ്ടായാൽ മതി, ബാക്കിയുള്ളവർക്ക് നേട്ടം ഉണ്ടാകണ്ട എന്ന തരത്തിലുള്ള നിലപാടെടുക്കുന്നു. അതിനേക്കാൾ ഉപരിയായിട്ട് വേറൊരു അപകടകരമായ സ്ഥിതിയുള്ളത്, ഞങ്ങൾ ഇന്റർനാഷണൽ പൊളിറ്റിക്സിൽ ഒരു തിയറി ഉണ്ട്, ഈ സ്ട്രോങ് മാൻ തിയറി എന്നാണ് പറയുന്നത്. ആ സ്ട്രോങ് മാൻ തിയറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ അവിടെ നിലനിൽക്കുന്ന ഈ വ്യവസ്ഥകളൊന്നും, ഇൻസ്റ്റിറ്റ്യൂഷൻസിനെ ഒക്കെ അവഗണിച്ചുകൊണ്ട് അദ്ദേഹം ഞാനാണ് എല്ലാം ചെയ്യുന്നയാൾ, എൻ്റെ തീരുമാനങ്ങൾക്കനുസരിച്ച് കാര്യങ്ങൾ പോകണം എന്ന് പറയുകയും അതിനനുസരിച്ച് തീരുമാനങ്ങൾ നമുക്കറിയാമല്ലോ. ഇപ്പോൾ ഇവിടെ പറയുന്ന അദ്ദേഹത്തിന്റെ ട്രൂത്ത് സോഷ്യലിലോ എക്സിലോ അദ്ദേഹം പോളിസിയാണ് പ്രഖ്യാപിക്കുന്നത്. രാവിലെ എഴുന്നേറ്റ് ആൾക്കാർ നോക്കുന്നത് ഡൊണാൾഡ് ട്രംപിന്റെ ട്രൂത്ത് സോഷ്യലിലോ എക്സിലോ ആണ്. ഡിസ്കഷൻസ് ഇല്ല, പ്രാബല്യത്തിൽ നാളെ മുതൽ വരികയാണ്. അപ്പൊ ഇനി എങ്ങനെയാണ് ഇതൊരു സമവായത്തിൽ എത്താനുള്ള ഒരു സമയമുണ്ടോ? അല്ല, സ്വാഭാവികമായിട്ടും ഇത്തരമൊരു പ്രഖ്യാപനം വന്നു കഴിഞ്ഞാൽ അത് പ്രാബല്യത്തിൽ വരും. ആ പ്രാബല്യത്തിൽ വരിക എന്ന് പറയുന്നത് സംശയമില്ലാത്ത കാര്യം. പക്ഷേ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഞാൻ മനസ്സിലാക്കുന്നത് ഓഗസ്റ്റ് മധ്യത്തോട് കൂടിയിട്ട് അമേരിക്കൻ ഡെലിഗേഷൻ ഇന്ത്യയിൽ വരും ചർച്ചകൾക്കായിട്ട്. ഇതുവരെ നടന്ന പല ചർച്ചകളിലും ഈ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ കീറാമുട്ടിയായി നിൽക്കുന്നത് 3 പ്രധാനപ്പെട്ട പ്രശ്നങ്ങളാണ്. ഒന്ന്, കാർഷിക മേഖല തുറന്നു കൊടുക്കണമെന്നുള്ളൊരു ആവശ്യം. പിന്നെ ഈ ക്ഷീരോത്പാദന മേഖല തുറന്നു കൊടുക്കണമെന്നുള്ളൊരു ആവശ്യം. ഇങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങളിലെ ആണ് നമുക്ക് തടസ്സമായി നിൽക്കുന്നത്. ആ തടസ്സത്തെ അതിവർത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സമ്മർദ്ദ തന്ത്രം കൂടി ആയിട്ടായിരിക്കണം തീർച്ചയായിട്ടും അദ്ദേഹം ഈ 25% ചുങ്കം ഏർപ്പെടുത്താനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു. അതിനെ വാസ്തവത്തിൽ നമ്മൾ ഫലപ്രദമായി നേരിടാനായിട്ട് കഴിയണം. നേരിടാനായിട്ടുള്ള ശ്രമങ്ങൾ വാസ്തവത്തിൽ നമ്മൾ തുടങ്ങി കഴിഞ്ഞു. ഇന്ത്യ UK എഗ്രിമെന്റ്, ബയലാറ്ററൽ എഗ്രിമെന്റ് എന്ന് പറയുന്നത് അതിന്റെ ഭാഗമാണ്. ഇന്ത്യയും ചൈനയുമായി പോലും നിരവധി മേഖലകളിൽ ഇപ്പൊ തന്നെ
നമ്മുടെ നീതി ആയോഗ് എന്ന് പറയുന്ന ഓർഗനൈസേഷൻ ഈ ചൈനയിൽ നിന്ന് വരുന്ന, നേരത്തെ നമ്മൾ ഈ 2020 സംഘർഷങ്ങൾക്ക് ശേഷം ചൈനയിൽ നിന്ന് വരുന്ന എല്ലാ ഇൻവെസ്റ്റ്മെന്റുകളെയും നിർത്തിവെക്കാനും അല്ലെങ്കിൽ ലൈസൻസ് കൊടുക്കാതിരിക്കാനും ഒക്കെ നമ്മൾ തീരുമാനിച്ചിരുന്നു. ഇപ്പോൾ നീതി ആയോഗ് എടുത്തിരിക്കുന്ന തീരുമാനം 24% വരെ ചൈനയുടെ ഇൻവോൾവ്മെന്റ് ഉള്ള ഇൻവെസ്റ്റ്മെന്റുകൾക്ക് അംഗീകാരം കൊടുക്കാമെന്നുള്ള നിർദ്ദേശമാണ് വന്നിരിക്കുന്നത്. അത് വളരെ നാളുകളായിട്ട് ഇന്ത്യയിലെ വ്യവസായ സമൂഹം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ ചൈനയിൽ നിന്നുള്ള MSMEയുമായി ബന്ധപ്പെട്ട നിരവധി ടെക്നോളജികൾ നമുക്ക് ആവശ്യമാണ്. ആ ടെക്നോളജികൾ ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് വളരാൻ കഴിയൂ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ചൈന എന്ന് പറയുന്ന രാജ്യവുമായിട്ട് സഹകരിക്കാൻ കഴിയുന്ന മേഖലകളുണ്ട്. ആ മേഖലകളിലൊക്കെ സഹകരിക്കുകയും നമ്മുടെ ശക്തി മെച്ചപ്പെടുത്തുകയും ചെയ്താൽ മാത്രമേ നമുക്ക് ഡൈവേഴ്സിഫൈ ചെയ്യാൻ കഴിയത്തുള്ളൂ. അപ്പം നമ്മൾ ഡൈവേഴ്സിഫൈ ചെയ്യണം. അമേരിക്ക എന്ന് പറയുന്നത് നമ്മൾ യു ഷുഡ് നോട്ട് പുട്ട് ഓൾ എഗ്സ് ഇൻ വൺ ബാസ്ക്കറ്റ് എന്ന് പറയുന്ന എല്ലാം ഈ അമേരിക്കയുമായി ബന്ധപ്പെടുത്തിയല്ല നമ്മൾ കാണേണ്ടത്. അങ്ങനെയല്ല കാണാൻ ശ്രമിക്കുന്നതും. നമ്മളിപ്പോൾ UK നമ്മൾ കരാറുണ്ടാക്കുന്നു, യൂറോപ്യൻ യൂണിയനുമായിട്ട് നമ്മൾ കരാറുണ്ടാക്കാൻ ശ്രമിക്കുന്നു, മറ്റ് ആസിയാൻ പോലുള്ള രാജ്യങ്ങളുമായിട്ടുള്ള കരാറുണ്ട്, ശ്രീലങ്കയുമായിട്ടുള്ള കരാറുണ്ട്. അങ്ങനെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഫ്രീ ട്രേഡ് എഗ്രിമെന്റുകളും നമ്മുടെ സമൂഹത്തിലുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ രീതിയിലുള്ള ഇന്തോനേഷ്യയുമായിട്ടും നമ്മൾ ഇവിടെ കാണേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഈ ട്രംപിന്റെ നമ്മൾക്കെതിരായിട്ട് ഉള്ള അദ്ദേഹത്തിന്റെ ഒരു കമന്റ് നിങ്ങൾ കണ്ടോ? ഇന്ത്യയും അമേരിക്കയും പാകിസ്ഥാനുമായിട്ടുള്ള കരാർ ഉണ്ടാക്കിയിരിക്കുന്നുള്ള പ്രഖ്യാപനം വന്നിരിക്കുന്നു. ആ പ്രഖ്യാപനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്താ? ഞങ്ങളിതാ പാകിസ്ഥാനിൽ ഭയങ്കര മാസീവായിട്ടുള്ള ഓയിലിൻ്റെ ഒരു റിസോഴ്സ് ഉണ്ട്, ഞങ്ങളത് അത് ഞങ്ങളുടെ സാങ്കേതിക കഴിവുകൾ ഉപയോഗിച്ചുകൊണ്ട് അതിനെ ശുദ്ധീകരിച്ചെടുക്കാനായിട്ട് പോകുന്നു. വേണമെങ്കിൽ പാകിസ്ഥാൻ ഇനി ഇന്ത്യക്കും എണ്ണ തരും എന്ന് പറയുന്നു. വാസ്തവത്തിൽ പാകിസ്ഥാനിലുള്ള എണ്ണ എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഒരു സങ്കല്പം മാത്രമാണ്. അപ്പോൾ അതിനെ ഇദ്ദേഹം വലിയൊരു ബൊംബാസ്റ്റിക് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ട് ഞങ്ങൾ ഇന്ത്യയും അമേരിക്കയും പാകിസ്ഥാനുമായിട്ട് എഗ്രിമെന്റ് ഉണ്ടാക്കിയിരിക്കുന്നു, ഞങ്ങൾ അവിടെ എണ്ണ ശുദ്ധീകരണം നടത്താൻ പോകുന്നു, ഞങ്ങൾ കമ്പനി ഉടനെ തിരഞ്ഞെടുക്കാൻ പോകുന്നു. അപ്പോൾ ഈ പറഞ്ഞ തരത്തിൽ നമ്മൾ ഏതെല്ലാം തരത്തിൽ നമ്മുടെ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം, ഈ പഹൽഗാം സംഘർഷം നടന്നതിന് ശേഷം നടക്കുന്ന പല വികാസങ്ങളും നമ്മളെ ഏതെല്ലാം തരത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ ഹൈഫനേഷൻ പോലെയുള്ള കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ്. അദ്ദേഹം നമുക്കറിയാമല്ലോ, അവിടുത്തെ ഈ യുദ്ധത്തിന് കാരണക്കാരനായിട്ടുള്ള ജനറൽ അസീം മുനീറിനെ വൈറ്റ് ഹൗസിൽ വിളിച്ചു വരുത്തി ഭക്ഷണം കൊടുക്കുന്ന തരത്തിലേക്ക് അമേരിക്കൻ പ്രസിഡന്റ് പ്രവർത്തിച്ചു. കാരണം നമ്മളുമായിട്ട് തന്ത്രപരമായി എല്ലാ ഫൗണ്ടേഷൻ എഗ്രിമെന്റും ഒപ്പിട്ടുള്ള രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ തന്ത്രപരമായി ഇന്ത്യയുമായി സഹകരിക്കുന്നു, ക്വാഡിൽ സഹകരിക്കുന്നു, ഇൻഡോ പസഫിക്കിൽ സഹകരിക്കുന്നു, അന്തർദേശീയ വിഷയങ്ങളിൽ പലരും സഹകരിക്കുന്ന വേളയിൽ പോലും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് അർഹമായ പ്രാധാന്യം കൊടുക്കുന്നില്ല ട്രംപ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാരണം. അതിനെതിരായിട്ടുള്ള ചിന്ത വളരെ ഗൗരവമായിട്ട് ഇന്ത്യയിൽ ഉണ്ടാവേണ്ടിയിരിക്കുന്നു. ശരി.